ഭൂലോക വൈകുണ്ഠം മഹാവിഷ്ണുവിന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിന്റെ ദിവ്യ ചൈതന്യം ഭൂമിയിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരേയൊരു ക്ഷേത്രം. അത് നമ്മുടെ കേരളത്തിലാണ്. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ഇടം. ചിലർ രോഗശാന്തിക്കായി, ചിലർ മക്കളുടെ നല്ല ഭാവിക്കായി, ചിലർ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറാനായി. പറഞ്ഞു വന്നത് നമ്മുടെ ഗുരുവായൂരിനെ കുറിച്ചാണ്. പുരാണങ്ങൾ പറയുന്നത് പ്രകാരം ഗുരുവായൂരിലെ വിഗ്രഹം ഒരു സാധാരണ പ്രതിഷ്ഠയല്ല. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ ഉപയോഗിച്ചിരുന്ന ദിവ്യ വിഗ്രഹമാണിതെന്നാണ് വിശ്വാസം. പിന്നീട് ഈ വിഗ്രഹം കൃഷ്ണന്റെ കൈകളിലെത്തി. കാലം കടന്നുപോയി. കൃഷ്ണന്റെ ദ്വാരക നഗരം കടലിൽ മുങ്ങാൻ പോകുന്ന സമയമെത്തി. അപ്പോൾ ഈ ദിവ്യ വിഗ്രഹം സുരക്ഷിതമായ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടു. അതിനായി നിയോഗിക്കപ്പെട്ടത് ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനുമായിരുന്നു. അവർ ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഒടുവിൽ ഇന്നത്തെ കേരളത്തിലെത്തി. അവിടെ ശിവനും പാർവതിയും അനുഗ്രഹിച്ച ഒരു പുണ്യഭൂമിയിൽ ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ഇവിടെ നിന്നാണ് ഗുരുവായൂർ എന്ന പേരും ഉണ്ടായത്. ഗുരു എന്നാൽ ബൃഹസ്പതി, വായു എന്നാൽ വായുദേവൻ. ഈ രണ്ട് പേരുകളും ചേർന്നതാണ് ഗുരുവായൂർ. ഇനി മറ്റൊരു കൗതുകകരമായ കാര്യം കൂടി പറയാം. ക്ഷേത്രത്തിലെ വിഗ്രഹം കാണുമ്പോൾ അത് 4 കൈകളുള്ള മഹാവിഷ്ണുവിന്റെ രൂപമാണ്. എന്നാൽ ഭക്തർ ഇവിടെ ആരാധിക്കുന്നത് ഉണ്ണിക്കണ്ണനായ ശ്രീകൃഷ്ണനെയാണ്. അതുകൊണ്ടാണ് കുട്ടികളുടെ ആരോഗ്യം, പഠനം, കുടുംബ സൗഭാഗ്യം എന്നിവയ്ക്കായി ആയിരക്കണക്കിന് ആളുകൾ ഗുരുവായൂരപ്പന്റെ മുന്നിലെത്തുന്നത്. പക്ഷേ ഗുരുവായൂരിനെ ഭൂലോക വൈകുണ്ഠം എന്ന് വിളിക്കാൻ കാരണം ഇതൊന്നു മാത്രമല്ല. ഭക്തരുടെ വിശ്വാസം അനുസരിച്ച് മഹാവിഷ്ണുവിന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിന്റെ അതേ ദിവ്യ സാന്നിധ്യം ഭൂമിയിൽ അനുഭവിക്കാൻ കഴിയുന്ന സ്ഥലമാണ് ഗുരുവായൂർ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ദർശനം നടത്തുന്നത് വൈകുണ്ഠ ദർശനത്തിന് തുല്യമാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഈ വിശ്വാസം നിലനിൽക്കുന്നു. കാലം മാറി, ഭരണാധികാരികൾ മാറി, നിരവധി വെല്ലുവിളികൾ ക്ഷേത്രം നേരിട്ടു. ആക്രമണങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കടന്നുപോയി. 1970-ലുണ്ടായ വലിയ തീപിടുത്തം ക്ഷേത്രത്തിന് കനത്ത നാശനഷ്ടമുണ്ടാക്കി. എന്നിട്ടും ഭക്തരുടെ വിശ്വാസം തകർന്നില്ല. പിന്നീട് ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടു. ഇന്നും പഴയ പ്രൗഢിയോടെ ഗുരുവായൂർ നിലകൊള്ളുന്നു. ഗുരുവായൂരിലെ ദിനചര്യകളും വളരെ പ്രത്യേകതയുള്ളതാണ്. പുലർച്ചെ നിർമ്മാല്യ ദർശനം മുതൽ രാത്രി ദീപാരാധന വരെ നിശ്ചിത സമയക്രമത്തിൽ പൂജകൾ നടക്കുന്നു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ഏകാദശി. ആ ദിവസം ക്ഷേത്ര പരിസരം ഭക്തജന സാഗരമായി മാറും. ഗുരുവായൂർ എന്ന് കേൾക്കുമ്പോൾ മറ്റൊരു കാഴ്ചയും മലയാളികളുടെ മനസ്സിലെത്തും. ആനകൾ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുന്നത്തൂർ കോട്ട ലോക പ്രശസ്തമാണ്. നിരവധി ക്ഷേത്ര ആനകളെ ഇവിടെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഗുരുവായൂരപ്പനും ആനകളും തമ്മിലുള്ള ബന്ധം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. മതപരമായ പ്രാധാന്യത്തിനപ്പുറം സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ഭക്തി സാഹിത്യത്തിന്റെയും വളർച്ചയിലും ഗുരുവായൂർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്ഷേത്രം മാത്രമല്ല, ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. ഇന്നും ആദ്യമായി ഗുരുവായൂരിലെത്തുന്നവരും പതിറ്റാണ്ടുകളായി എത്തുന്ന ഭക്തരും ഒരേ ഒരു കാര്യം പറയാറുണ്ട്: ക്ഷേത്രത്തിനകത്ത് കടന്നാൽ ഒരു പ്രത്യേക അനുഭൂതി ലഭിക്കുന്നു എന്ന്. അത് വിശ്വാസമാകാം, ഭക്തിയാകാം, ആത്മീയതയാകാം. പക്ഷേ ആ അനുഭവം തന്നെയാണ് ഗുരുവായൂരിനെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ പുണ്യഭൂമിയെ ഭക്തർ എന്നും ആദരവോടെയും ഭക്തിയോടെയും ഭൂലോക വൈകുണ്ഠം എന്ന് വിളിക്കുന്നു.